CPM പ്രതിനിധി കെ അനിൽകുമാർ കൂടി നമുക്കൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നു. ശ്രീ കെ അനിൽകുമാർ, ദേവസ്വം ബോർഡിന്റെ ഫണ്ട് ഉപയോഗിക്കില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അതിൽ ദേവസ്വം ബോർഡിന്റെ ഫണ്ട് ഉപയോഗിച്ചു. ഇനി സർപ്ലസ് ഫണ്ട് അല്ല എന്നുണ്ടെങ്കിലും ഇപ്പോൾ റിലീജിയസ് കൺവെൻഷൻ ഡിസ്കോഴ്സ് അതിന്റെ കീഴിലുള്ള ഫണ്ടാണ് ഉപയോഗിച്ചതെന്ന് പറയുന്നു. എന്താണെങ്കിലും അത് ദേവസ്വം ബോർഡിന്റെ ഫണ്ട് അല്ലേ? അല്ല, ശബരിമലയിലെ അയ്യപ്പ സംഘവും ആ ക്ഷേത്രത്തെ സംബന്ധിച്ച്, ക്ഷേത്രത്തിന്റെ വികസനം സംബന്ധിച്ച് വളരെ ഗുണകരമായ ഒരു തീം ജനങ്ങളിലേക്ക് എത്തിച്ചു എന്നുള്ളത് വളരെ വിജയകരമാണ്. അതിന്റെ മൂല്യം എന്താണെന്ന് നമുക്കിപ്പോ കണക്കാക്കാനാവില്ല. നിങ്ങൾക്ക് ചെലവിന്റെ കണക്കെടുക്കാൻ എളുപ്പമാണ്. പക്ഷെ അത് നാളെ ഭാവിയിൽ ഇതിനുണ്ടാക്കാൻ പോകുന്ന ആ വിശുദ്ധമായ കേന്ദ്രത്തിലേക്കുള്ള ലോകത്തിന്റെ ശ്രദ്ധ ആകർഷിക്കാൻ കഴിഞ്ഞ പ്രവർത്തനങ്ങൾ എത്രത്തോളമാണ്. തമിഴ്നാട്ടിലുള്ള പ്രതിനിധികളുടെ എണ്ണം നമ്മുടെ മുമ്പിലുണ്ട്. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന പ്രതിനിധികൾ നമ്മുടെ മുമ്പിലുണ്ട്. മറ്റു രാജ്യങ്ങളിൽ നിന്ന് വന്നവരുടെ വിവരം നമ്മുടെ മുമ്പിലുണ്ട്. ഇവരൊക്കെ തന്നെ ഈ ക്ഷേത്രത്തിന്റെ അംബാസഡർമാരെ പോലെ പ്രവർത്തിക്കുകയും ആ ക്ഷേത്ര പുരോഗതിക്ക് വേണ്ടി നാളെ ലഭ്യമാകേണ്ടത് നേരിട്ട് ക്ഷേത്രത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു ബന്ധങ്ങളാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് സ്ഥാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നാളെ അതിന് നേടാൻ പോകുന്ന നേട്ടങ്ങളെ കുറിച്ചുള്ള കണക്കുകൾ ഇപ്പൊ ലഭ്യമാവില്ല. നിങ്ങൾ പറയുന്ന പോലെ ചെലവ് കണക്കുകളൊക്കെ ലഭ്യമാകുന്നുണ്ട്. അവിടെ വന്നവരെ സംബന്ധിച്ച് സർക്കാർ പരിശോധിച്ചിട്ട് ഇവര് ആഗോള അയ്യപ്പ സംഗമത്തിന് ആരും കുറ്റം പറയുന്നില്ല. അത് വേണമെന്ന അഭിപ്രായം തന്നെയാണ് കേരളത്തിലെ എല്ലാവർക്കും ഉള്ളത്. അതിനാരാണ് ചോദ്യം ചെയ്തത്? ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഹൈക്കോടതിയിൽ കൊടുത്തൊരു ഉറപ്പുണ്ട്, ദേവസ്വം ബോർഡിന്റെ ഫണ്ട് ഉപയോഗിക്കില്ല, ഭക്തരുടെ പണം ഉപയോഗിക്കില്ല, സ്പോൺസർഷിപ്പിലൂടെ പണം കണ്ടെത്തുമെന്ന്. അതാണ് കോടതി അടക്കം പറഞ്ഞു പറ്റിച്ചിരിക്കുകയാണ്. ഇന്നലെ എന്താണ് CPM പ്രതിനിധികൾ പറഞ്ഞത്? സർപ്ലസ് ഫണ്ട് ഉപയോഗിച്ചില്ല, സർപ്ലസ് ഫണ്ട് ഉപയോഗിച്ചില്ല എന്ന്. ഇന്നിപ്പോ ഒരു പേര് പറയുകയാണ്, റിലീജിയസ് കൺവെൻഷൻ ഡിസ്കോഴ്സ്. അതും ദേവസ്വം ബോർഡിന്റെ ഫണ്ടല്ലേ? അതെ, CPM പ്രതിനിധികൾ കള്ളം പറഞ്ഞില്ല. മാതൃഭൂമി ന്യൂസിലാണ് സർപ്ലസ് ഫണ്ട് എന്നൊരു വാക്ക് പറഞ്ഞത്. അന്നേരമാണ് ഞങ്ങളത് കേട്ടപ്പോൾ അങ്ങനത്തെ ഫണ്ടില്ല എന്ന് പറഞ്ഞു. ഇന്നിപ്പോ അത് റിലീജിയസ് ഡിസ്കോഴ്സ് ഫണ്ടാണെങ്കിൽ നിങ്ങൾ പറയുന്ന പേര് ഇന്നിപ്പോ നിങ്ങൾ പുതുതായിട്ട് പറയുന്നത്. ഞങ്ങൾ പുതിയതായി സാധാരണ രീതിയിൽ നമ്മൾ സ്വാഭാവികമായും ദേവസ്വം ബോർഡിന്റെ ഫണ്ട് ഉപയോഗിക്കുക എന്ന് കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക സർപ്ലസ് ഫണ്ട് ഉപയോഗിക്കുമെന്നാണ്. സർപ്ലസ് ഫണ്ട് ഉണ്ടെങ്കിലാണല്ലോ വേറെ എന്തെങ്കിലും കാര്യത്തിന് ഉപയോഗിക്കാൻ കഴിയുക. ഇന്നിപ്പോൾ ദേവസ്വം ബോർഡിന്റെ പ്രതിനിധി തന്നെ വിശദീകരിക്കുകയാണ്, അത് റിലീജിയസ് കൺവെൻഷൻ ഡിസ്കോഴ്സ് എന്ന് പറഞ്ഞ അതിന് കീഴിലുള്ള ഫണ്ടാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന്. നമ്മൾ അധികമായി ഉണ്ടാകുന്ന ഫണ്ട് ഉപയോഗിച്ചു എന്ന് പറഞ്ഞു എന്ന് നമ്മൾ വിചാരിച്ചു. ഇതല്ല, മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി നേരത്തെ തന്നെ ബജറ്റിൽ നിശ്ചിതമായി വകയിരുത്തിയ പണമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങള് ശബരിമലയ്ക്കും ഒക്കെ തന്നെ എതിരായതുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയും വിചാരിക്കാമല്ലോ. ശബരിമലയ്ക്ക് എതിരാണെങ്കിൽ ഇങ്ങനെയാണോ ഞങ്ങൾ ചോദ്യം ചോദിക്കേണ്ടത്? ഞാൻ പറയട്ടെ എന്ത് അടിസ്ഥാനത്തിലാണ് ശബരിമലയ്ക്ക് എതിരാണെന്ന് പറയുന്നത്? എത്ര വാസ്തവ വിരുദ്ധമായ കാര്യമാണത്? എങ്ങനെയാണ് ആ കള്ളത്തരം പറയാൻ കഴിയുക താങ്കൾക്ക്? ഈ സർപ്ലസ് ഉണ്ടെന്നൊരു വാക്ക് എവിടുന്നാ വന്നത്? കാരണം സാധാരണ രീതിയിൽ വക മാറ്റാത്ത ഫണ്ട്, സാധാരണ രീതിയിൽ നമ്മുടെ കയ്യിൽ അധികമായ ഫണ്ട് ഉണ്ടെങ്കിൽ അതാണ് ഉപയോഗിക്കുക. അതാണ് സർപ്ലസ് ഫണ്ട്. അതല്ല ഉപയോഗിച്ചത്. മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി വക മാറ്റിയ ഫണ്ട് നിങ്ങൾ ഉപയോഗിച്ചു. അത്രയും ഞങ്ങൾ ദേവസ്വം ബോർഡിനെ വിശ്വസിച്ചു. അല്ല, ഞാൻ ആദ്യം ചോദിക്കട്ടെ, സമാധാനമായിട്ടിരിക്കും. സർപ്ലസ് ഉണ്ടെന്നൊരു ഫണ്ട് ഉണ്ടോ യഥാർത്ഥത്തിൽ? എനിക്കറിയില്ല. സർപ്ലസ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഫണ്ട് ഉണ്ട്. ഫണ്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഫണ്ടിൽ നിന്നാണോ വിനിയോഗിച്ചത്? അല്ല. അപ്പൊ സർപ്ലസ് ഉണ്ടെന്നൊരു ഫണ്ട് അവിടെ ഉണ്ടെന്നാണോ നിങ്ങളുടെ അറിവ്? സർപ്ലസ് ഫണ്ട് ഉണ്ട് ദേവസ്വം ബോർഡിന്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കൂ, സർപ്ലസ് ഉണ്ടെന്നൊരു ഫണ്ട് ഇല്ല. ആദ്യം അത് മനസ്സിലാക്കുക. ഫണ്ടെന്ന് പറയുന്നത് സർപ്ലസ് ഉണ്ടെന്നൊരു അക്കൗണ്ട് അവിടെ ഇല്ല. ഒരു കാര്യം ചെയ്യാം, ഒരു മിനിറ്റ് ക്ഷമിക്കണം. എന്റെ ഒപ്പം ഇപ്പോൾ മുൻ ഡെപ്യൂട്ടി ദേവസ്വം ബോർഡിന്റെ കമ്മീഷണർ CR രാധാകൃഷ്ണൻ ഉണ്ട്. അദ്ദേഹം താങ്കൾക്ക് പറഞ്ഞു തരും സർപ്ലസ് ഫണ്ട് ഉണ്ടോ ദേവസ്വം ബോർഡിനെന്ന്. ഒന്ന് കേൾക്കൂ സർ, പറയും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് 1950 ആക്ട് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. HRA ആക്ടിൽ 61 സെക്ഷനുണ്ട്. അപ്പോൾ അതിൽ 25ാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ദേവസ്വം ഫണ്ട് എന്നാണ്. അത് എവിടുന്നൊക്കെ ഏതൊക്കെ തുകകളാണ് ആ ദേവസ്വം ഫണ്ടിൽ വരുന്നത്. അടുത്ത അതിൻ്റെ 26ാമത്തെ സെക്ഷൻ ഡീൽ ചെയ്യുന്നത് സർപ്ലസ് ഫണ്ടാണ്. സർപ്ലസ് ഫണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സിങ്കിങ് ഫണ്ട് എന്നാണ് അതിൻ്റെ നിർവചനം. എന്ന് പറഞ്ഞാൽ ഈച്ച് ആൻഡ് എവരി ബഡ്ജറ്റ് ഇയർ ബഡ്ജറ്റ് ബാലൻസ് സർപ്ലസ് ഫണ്ടിലേക്ക് മാറ്റപ്പെടണം. ആ മാറ്റപ്പെടേണ്ട സർപ്ലസ് ഫണ്ട് ഏതൊക്കെ കാര്യത്തിന് ഉപയോഗിക്കേണ്ടതാണ് എന്ന് റെഗുലേറ്റ് ചെയ്തിട്ടുണ്ട്. പർച്ചേസ് ഓഫ് ലാൻഡ്, പർച്ചേസ് ഓഫ് എലിഫൻറ്റ്, പെറ്റി റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ശ്രീകോവിൽ എക്സെട്ര അടിവരയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് 1950 കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം പലപ്പോഴായി ഇത് എമർജൻസിയിൽ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ 250 കോടിയോളം രൂപ സർപ്ലസ് ഫണ്ടിൽ ബാലൻസ് ഉണ്ട്. പക്ഷേ അത് റെഗുലേറ്റ് ചെയ്തുകൊണ്ട് അതെടുത്ത് ഉപയോഗിക്കാൻ സാധ്യമല്ല. മാത്രമല്ല അതിൽ
2-3 കേരള ഹൈക്കോടതിയുടെ 2002-ലും 2024-ലുള്ള 2-3 വിധിന്യായങ്ങളുണ്ട്. അത് വളരെ കർശനമായി കോടതി നിരീക്ഷിക്കുന്ന ഫണ്ടാണ്. അതിൽ ലോക്കൽ ഫണ്ടിൻ്റെ എന്നുവെച്ചാൽ സ്റ്റേറ്റ് ഓഡിറ്റ് വിഭാഗത്തിൻ്റെ വളരെ സൂക്ഷ്മമായ നിരീക്ഷണമുണ്ട്. അപ്പോൾ അങ്ങനെ സർപ്ലസ് ഫണ്ട് ഉണ്ട്. ആ സർപ്ലസ് ഫണ്ടിൽ എല്ലാ ബഡ്ജറ്റ് ഇയറിലും മിച്ചം വരുന്ന തുക മാറ്റണമെന്ന് നിയമവുമുണ്ട്. ശ്രീ അനിൽകുമാറിന് ബോധ്യപ്പെട്ടോ സർപ്ലസ് ഫണ്ട് ഉണ്ടെന്ന്? അല്ലല്ല, നിങ്ങളിപ്പോ പറഞ്ഞത് എന്താണ്? അപ്പൊ അങ്ങനെ എടുക്കാൻ മേലാത്ത വണ്ടിയിൽ നിന്ന് എടുത്തെന്നല്ലേ ഇന്നലെ രാവിലെ തൊട്ട് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് നുണയാണെന്ന് തെളിഞ്ഞില്ലേ? അദ്ദേഹം പറയുന്നത് നിങ്ങൾ പറഞ്ഞ നുണയാണെന്നല്ലേ? 1 മിനിറ്റ് മുൻപല്ലേ താങ്കൾ സർപ്ലസ് ഫണ്ട് ഇല്ലെന്ന് പറഞ്ഞത്? 1 മിനിറ്റ് മുൻപല്ലേ താങ്കൾ സർപ്ലസ് ഫണ്ട് ഇല്ലെന്ന് പറഞ്ഞത്? അപ്പൊ താങ്കൾ കള്ളം പറയായിരുന്നോ? ഒരു കാര്യം മനസ്സിലാക്കണം, സർപ്ലസ് ഫണ്ടിൽ നിന്നും പണം എടുത്തു എന്നാണ് നിങ്ങൾ ഇന്നലെ രാവിലെ തൊട്ട് പറഞ്ഞത്. ഞാനപ്പോ അതിനെക്കുറിച്ച് അന്വേഷിച്ച് പറഞ്ഞു സർപ്ലസ് ഫണ്ടിൽ നിന്ന് പണം എടുത്തിട്ടില്ല, ഇതിനായിട്ട് സർപ്ലസ് ഫണ്ട് ഉപയോഗിച്ചിട്ടില്ല എന്നാണ് അവർ മറുപടി പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾ പറയുന്നു, നിങ്ങൾ ഒരാളെ കൊണ്ട് പറയിപ്പിക്കുന്നു സർപ്ലസ് ഫണ്ടിൽ 250 കോടി കിടപ്പുണ്ട്. ഒരാളെ കൊണ്ട്, അതെ, ഒരാളെ കൊണ്ട് പറയിപ്പിക്കുന്നു. അദ്ദേഹം സർപ്ലസ് ഫണ്ട് അവിടെ മിച്ചം കിടക്കുന്ന 250 കോടിയുണ്ട്, തൊടാൻ പറ്റാത്ത ഫണ്ടാണ്. അപ്പൊ തൊടാൻ പറ്റാത്ത കാശാണെങ്കിൽ അതിൽ നിന്ന് 3 കോടി പോയിന്ന് ഇന്നലെ നിങ്ങൾ പറയുന്നത് കളവായിരുന്നല്ലോ. ഒരു കാര്യം, ഇന്നിപ്പോ ദേവസ്വം ബോർഡിന്റെ പ്രതിനിധി പറഞ്ഞിരിക്കുന്നത് പണം ഉപയോഗിച്ചു 3 കോടി ഊരാളുങ്കലിന് നൽകി, അത് റിലീജിയസ് കൺവെൻഷൻ ഡിസ്കോഴ്സിന് കീഴിൽ മാറ്റിവെച്ച പണമായിരുന്നു എന്നാ. അതിനെപ്പറ്റി താങ്കൾക്ക് അറിവുണ്ടോ? അന്വേഷിച്ചോ? അല്ല, ഒരു കാര്യം ആദ്യം മനസ്സിലാക്കണം, ഇതിനെക്കാണ്ട് വലിയ കുറ്റകൃത്യം പോലെ നിങ്ങൾ അവതരിപ്പിക്കുന്നത്. ഒരു അയ്യപ്പ സംഗമം നടത്താൻ ദേവസ്വം ബോർഡ് പണ്ടേ തീരുമാനിച്ചതാണ്. കുറ്റകൃത്യം പോലെ ആക്കിയത് ശബരിമലയോട് വിരോധമുണ്ടെന്ന് പറഞ്ഞത് തുടങ്ങിയത്, ശബരിമലയോട് ഞങ്ങൾക്ക് എന്തോ വിരോധമുണ്ടെന്ന് പറഞ്ഞ് തുടങ്ങിയത് താങ്കളാണ്, ഞാനല്ല. ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത്തരം ബഹളം വെക്കേണ്ട ഒരു കാര്യമില്ല. അവിടെ അയ്യപ്പ സംഗമം നടന്നു, അതിന്റെ ഭാഗമായിട്ടുള്ള പരിപാടികൾക്ക് അവിടെ പണച്ചെലവുണ്ടായിട്ടുണ്ട്. അതിപ്പോ ഊരാളുങ്കൽ സൊസൈറ്റിയാണ്, അവരെ കൊണ്ടാണ് ഈ കാര്യങ്ങൾ നിർവഹിക്കുന്നത്. ഞങ്ങളെ വിശ്വാസമില്ല. ശരി, അല്ല, ഹൈക്കോടതിയിൽ പറഞ്ഞത് എന്താണ്? പണം ഉപയോഗിക്കില്ല എന്നാണോ? അത് കോടതിയോട് പറഞ്ഞാൽ പോരെ? ആ കോടതിയുടെ അനുവാദത്തോടെ ചെയ്യാമല്ലോ. കോടതി അനുമതി നൽകിയിരുന്നോ ഈ ഫണ്ട് ഉപയോഗിക്കാൻ? അനുമതി വാങ്ങിച്ചാൽ മതി. ഉപയോഗിച്ച് കഴിഞ്ഞിട്ടാണോ അനുമതി വാങ്ങേണ്ടത്? അത് ഉപയോഗിക്കുന്നതിന് മുൻപാണോ? അത് നിയമാനുസരണം. ഞാൻ ചോദിക്കുന്ന ഒരു പരിപാടി തീരുമാനിക്കുന്നു, തീരുമാനങ്ങളുടെ ഭാഗമായി ചില ആളുകൾ കോടതി പോകുന്നു, 2 ദിവസം മുമ്പ് ഒരു ഉത്തരവ് വരുന്നു, അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ കോടതി പറയുന്നു. ആദ്യം ആ കാര്യങ്ങൾ. താങ്കളുടെ അറിവിലേക്ക് ദേവസ്വം മന്ത്രി VN വാസവൻ ഒരു പ്രതികരണം ഒന്ന് കേൾപ്പിക്കാം, ഒന്ന് അത് പ്ലേ ചെയ്യൂ. ഇപ്പൊ ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ബാധ്യത നമുക്ക് വരാത്ത രൂപത്തിലുള്ള സ്പോൺസർമാരെ ദേവസ്വം ബോർഡ് കണ്ടെത്തുന്ന രൂപത്തിലേക്ക് ഇവർ നീങ്ങിയിട്ടുണ്ട്. അത് പ്രസിഡന്റ് പറഞ്ഞു. പൊതുവിൽ അവര് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയപ്പോൾ ആദ്യഘട്ടത്തിൽ വന്നിട്ടുള്ളത് ഒരു 7 കോടിക്കുള്ളിൽ നിൽക്കുന്ന രൂപത്തിലാണ് അവർ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അത് സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ ഗവൺമെന്റിനോ ബോർഡിനോ ബാധ്യത വരാതെ ഇവിടെ ശബരിമലയെ സഹായിക്കുന്ന ധാരാളം സ്പോൺസർമാരുണ്ട്, അവരെ വെച്ചിട്ടായിരിക്കും. അതെല്ലാം സുതാര്യമായിരിക്കും. കൃത്യമായി ആരെ എന്ത് ചെയ്തു എന്നുള്ള കാര്യം പരസ്യപ്പെടുത്താൻ കഴിയുന്ന രൂപത്തിൽ കോടതി ചെയ്യും. കോടതി നേരത്തെ അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശ്രീ അനിൽകുമാർ, വളരെ കൃത്യമാണ്. സർക്കാരിന് ദേവസ്വം ബോർഡിന് ഒരു ബാധ്യതയും ഉണ്ടാകില്ല, സ്പോൺസർഷിപ്പിലൂടെ പണം കണ്ടെത്തുമെന്നുള്ളതാണ്. എനിക്ക് ചോദിക്കാനുള്ള, ഇപ്പൊ പണം എന്തായാലും ദേവസ്വം ബോർഡിന്റെ ഫണ്ടിൽ നിന്ന് ഉപയോഗിച്ചു, അതിപ്പോൾ എന്ത് ഇതിന്റെ പേരിലുള്ള ഫണ്ടാണെങ്കിലും ശരി, ഇനിയിപ്പോ ഈ പണം എങ്ങനെയാണ് ദേവസ്വം ബോർഡിലേക്ക് നിങ്ങൾ തിരികെ കണ്ടെത്തുക? അല്ലെന്നേ, അത് സ്പോൺസർ ചെയ്യാൻ ആ വ്യക്തികളെ നടത്തിയാണെന്ന് പറയൂ. ഇതൊക്കെ തന്നെ കൃത്യമായിട്ട് അങ്ങോട്ട് കൊണ്ട് ഒരു പരിപാടി ദേവസ്വം ബോർഡ് ഒരു പരിപാടി നടത്തി ഇത്ര വലിയ അസുഖമാണോ? നടക്കുന്നു. താങ്കൾ പറയുന്നത് എനിക്ക് കട്ടായി പോകുന്നുണ്ട്. എനിക്ക് നന്നായിട്ട് മനസ്സിലായി. അയ്യപ്പ സംഘത്തെ കുറിച്ച് പ്രതിപക്ഷം നടക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഇവിടെ മന്ത്രി ആ സംഗമത്തിന്റെ ഭാഗമായി ഉണ്ടായ കാര്യങ്ങൾ നിർവഹിക്കും. അതിന്റെ ഭാഗമായി അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടാവും. താങ്കൾ പറയുന്നത് എനിക്ക് കൃത്യമായിട്ട് കേൾക്കുന്നില്ല, റേഞ്ചിന്റെ ഇഷ്യൂ ഉണ്ട്. കട്ട് ചെയ്തിട്ട് വിളിച്ചിട്ട് ശരിയാവുമെന്ന് വിചാരിക്കുകയാണ്.